നമ്മുടെ കരസേനാ മേധാവിയുടെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു. ആയുധ കൈമാറ്റം പോലും നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പോലും ചൈന നിർമ്മിതമാണ് എന്നുള്ളതാണ്. അത് നമുക്കൊരു ഭീഷണി ഉണ്ടാക്കുമോ? തീർച്ചയായും ഈ കരസേന മേധാവിയുടെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ആശങ്കയുമുണ്ട്, ചില പോസിറ്റീവ് സൈഡുകളുമുണ്ട്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയിൽ ഉയർത്തുന്ന വെല്ലുവിളികളാണ്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഇന്ത്യ റഷ്യയുമായി വലിയ രീതിയിൽ ബന്ധം സ്ഥാപിച്ചിരുന്നപ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങളുടെ പിന്നിലേക്ക് നാം സംസാരിക്കുമ്പോൾ അത് മുഴുവൻ അമേരിക്ക നൽകുന്നതായിരിക്കും. ഇപ്പോൾ അമേരിക്കയുമായി ഇന്ത്യ നല്ല ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ റഷ്യയുടെ എല്ലാം കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി അടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയ്ക്കാണ് ഈ പാകിസ്ഥാനുമായി ചൈന ബന്ധം സ്ഥാപിക്കുകയും അമേരിക്കയ്ക്ക് എതിരായി ചൈന മാറുന്നത്. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് തലവേദനയായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും. അപ്പോൾ ചൈനയ്ക്കാണെങ്കിൽ ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടല്ലോ. അമേരിക്കയെല്ലാം കടത്തിവിട്ട് തന്നെ ലോകത്തിൻ്റെ വലിയ ഒന്നാം സ്ഥാനത്ത് എത്തണം, അതോടൊപ്പം തന്നെ വ്യാവസായികമായ വിപ്ലവം ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇടക്കാലത്തെല്ലാം നാം കണ്ടിരുന്നു ഇന്ത്യയുടെ സൈനികരെ ആക്രമിക്കുകയോ ഇന്ത്യ തിരിച്ചാക്രമിക്കുകയോ. കോവിഡ് കാലത്തെല്ലാം നാം അത് കണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാന് സഹായങ്ങൾ നൽകുക എന്ന്, പാകിസ്ഥാന് പണവും അതോടൊപ്പം തന്നെ ആയുധങ്ങളും നൽകുക എന്നതാണ് ഇപ്പോൾ ഈ ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കരസേനാ മേധാവിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്ന പല ആയുധങ്ങളും അതിൻ്റെ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ചൈന നൽകുന്നതാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ അവർ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഏത് സമയത്തും ചിലപ്പോൾ ഇന്ത്യക്കെതിരെ തിരിയാം. അത് മുന്നിൽ കണ്ട് തന്നെ ഇന്ത്യ വലിയ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പോസിറ്റീവായ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഈ ഭീകരപ്രവർത്തനങ്ങൾ 2018 ശേഷം നാം പരിശോധിക്കുകയാണെങ്കിൽ 83% കുറവുണ്ടായിട്ടുണ്ട്. കുറവുണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നതും അവിടെ ആ ഭീകരപ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുന്നു. 370-ാം വകുപ്പ് എടുത്തു കളയുന്നതെല്ലാം സാഹചര്യമുണ്ട്. അതിനെ എതിർക്കുന്നവരുണ്ട്, പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ ടൂറിസം വളരുകയും ടൂറിസം വളർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ 83% ഇത്തരം ഈ ഭീകര സമ്പദ് വ്യവസ്ഥയും മാറി. അതെ, സമ്പദ് വ്യവസ്ഥയും മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത്, പണ്ട് ഈ സൈന്യത്തെ കല്ലെറിയുക, ഈ ഭീകരവാദികളോടൊപ്പം കൂടിച്ചേർന്ന് ഇന്ത്യ ആക്രമിക്കുക, പാകിസ്ഥാൻ പതാക ഇന്ത്യയിൽ ഉയർത്തുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വെറും 45 പേർ മാത്രമാണ് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് പോയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ 200-300-ലധികം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയുമായി ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഇപ്പോഴും ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന ഒളിത്താവളത്തിൽ പോയി ഇന്ത്യൻ പട്ടാളം വെടിവെക്കുകയും ഇന്ത്യൻ പട്ടാളം മരിക്കുകയും അതോടൊപ്പം തന്നെ ഭീകരവാദികൾ മരിക്കുകയും ചെയ്തത് നാം സ്ഥിരമായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഇതിൽ മരിച്ചിരിക്കുന്ന 60% പേരും പാകിസ്ഥാൻ പൗരന്മാരാണ്. ഇന്ത്യയെ ലക്ഷ്യമിട്ട് തന്നെ പൂർണ്ണമായും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഭീകരവാദത്തെ ഇപ്പോൾ ഊട്ടിയുറപ്പിക്കുക എന്നത് ഇന്ത്യയുടെ ലക്ഷ്യമല്ല. അതിനെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം. നാം പണ്ട് കണ്ടിട്ടുണ്ട്, മുമ്പേ ഭീകരാക്രമണമെല്ലാം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഭീകരവാദത്തിന് ഒരു അറുതി ഉണ്ടാകണം, അതിന് ആ രാജ്യത്തിലേക്ക് കടന്നു കയറി തിരിച്ചടി നൽകണം. അതോടൊപ്പം തന്നെ സാറിന് തന്നെ അറിയാവുന്ന കാര്യമാണ്, പണ്ട് നാം ഈ TV ചാനലുകൾ നോക്കുമ്പോൾ നിരന്തര സ്ഫോടനമായിരിക്കും. ഇന്ന് മുംബൈ ആണെങ്കിൽ നാളെ ബാംഗ്ലൂരു, അതോടൊപ്പം തന്നെ ഡൽഹി, അതോടൊപ്പം മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ സ്ഫോടന പരമ്പരകൾ തന്നെയായിരുന്നു. അതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ മുംബൈ സ്ഫോടനം. അത്തരം സ്ഫോടനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യ ഇപ്പോൾ മുക്തമായിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാന കാര്യം, ഇന്ത്യയുടെ ഈ മറ്റെന്ത് കാര്യത്തേക്കാൾ ഇന്ത്യയുടെ സുരക്ഷയാണ് വലുത്. പണ്ട് ജമ്മു കാശ്മീരിലെല്ലാം ഈ വിഘടനവാദ പ്രവർത്തനവുമായി രംഗത്ത് വരുന്ന ചിലരെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ മുൻ സർക്കാരുകൾ ചെയ്യുന്നത് ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താമെന്നായിരുന്നു
മുൻ സർക്കാരുകളുടെ തീരുമാനം. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ചർച്ചയൊന്നും വേണ്ട, ഈ തീവ്രവാദികൾക്കുള്ള മറുപടി തോക്കിലൂടെ നൽകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം പുതിയ കണക്കുകളുമായി സൈനികർ രംഗത്ത് വരുന്നത്. വലിയ രീതിയിൽ തന്നെ ഈ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഭീകരവാദ പ്രവർത്തനം കുറഞ്ഞു. അത് കുറഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു? സാറ് പറഞ്ഞതുപോലെ അവിടെ വലിയ രീതിയിൽ ടൂറിസം വളർന്ന് ഇപ്പോൾ കാശ്മീർ ആപ്പിളിന് ലോകമെമ്പാടുമുള്ള ആരാധകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഈ ചർച്ച തന്നെ നടത്തുന്നത്. ആ രീതിയിലേക്ക് അവിടെ ടൂറിസവും കാശ്മീർ ആപ്പിളും എല്ലാം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. നമ്മുടെ ലുലു മാൾ അടക്കമുള്ളവ അവിടെ സ്ഥാപിക്കുന്നു, അല്ലേ? ആ രീതിയിലേക്കെല്ലാം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളും പുറത്തു വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി തന്നെ ഇത്തരം ഭീകരവാദത്തിൽ നിന്നും അവരെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷ പാർട്ടികൾ 370-ാം വകുപ്പ് എടുത്തു കളയുമെന്ന് പറയുന്നു. അങ്ങനെ ആ വകുപ്പ് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയാലുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ ആ വകുപ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക്, അല്ലേ, ഈ വ്യവസായകമായി നമുക്ക് അവിടെ ഒരു വ്യവസായം തുടങ്ങണം. കുറച്ച് പണമുണ്ട്, അപ്പോൾ അവിടെ ഒരു സ്ഥലം വാങ്ങാനോ അവിടെ വ്യവസായം നടത്താനോ നമുക്ക് കഴിയില്ല. അത് നമ്മുടെ കയ്യിൽ പണവുമുണ്ട്, അവിടെ ഒരു വ്യവസായം ആരംഭിക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കാണ് ഇതുകൊണ്ട് ഉപകാരപ്പെട്ടിരുന്നത്. അങ്ങനെ പല നിയമങ്ങളും അവിടെ നിന്ന് ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ആ സംസ്ഥാനത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അവർ ഇപ്പോൾ ഒരു ജനകീയ പക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ പുതിയ സർക്കാരെല്ലാം അധികാരത്തിൽ വന്ന്, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അതിലെ പല പാർട്ടികളും ആവശ്യപ്പെടുന്നു, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നത് 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. പക്ഷേ ഈ ഇടക്കാലത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയുണ്ടായി, ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് BJP സർക്കാരിൻ്റെ ഈ കാലത്ത് ഈ 370-ാം വകുപ്പ് എടുത്തു മാറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അതിന് സാധ്യതയില്ലെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടെ വോട്ട് നേടുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുമെന്നാണ്. പക്ഷേ ഇടക്കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. കാരണം ഈ ജമ്മു കാശ്മീർ എന്ന ചെറിയൊരു സംസ്ഥാനം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, മുൻകാലങ്ങളിൽ നിന്നും പാർട്ടി പൂർണ്ണമായി തന്നെ ആ സംസ്ഥാനങ്ങളിലെല്ലാം തകർന്നടിഞ്ഞു വരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ തവണ 12 സീറ്റായിരുന്നു കോൺഗ്രസിന് ആ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് വെറും 6 സീറ്റിലേക്കാണ്. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും അവർ തകർന്നടിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ 2029 തെരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസ് തകർന്നടിഞ്ഞ് BJP വരാനാണ് സാധ്യത. ഇപ്പം ഈ ചൈന പാകിസ്ഥാൻ ബന്ധത്തിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ചൈന നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അതാണ് ഇതിനകത്ത് വലിയൊരു നിഗൂഢത നിൽക്കുന്ന കാര്യം. അല്ല, അതാണ് തുടക്കം സൂചിപ്പിച്ചത്. പണ്ട് ഈ പാകിസ്ഥാന് പ്രധാനമായി ആയുധങ്ങൾ കൈമാറുന്നത് അമേരിക്കയായിരുന്നു. എല്ലാ സഹായങ്ങളും കൈമാറിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്തായാലും ബില്ലാദനെ അവിടെ പാകിസ്ഥാൻ പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടല്ലോ. ഈ അമേരിക്ക ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ അമേരിക്ക നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഈ ബില്ലാദിന്റെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ അങ്ങനെ അമേരിക്കയെ നാണം കെടുത്തിയ ഒരു വ്യക്തിക്ക് പാകിസ്ഥാൻ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഇപ്പം എതിർക്കുന്ന കൂട്ടത്തിൽ തന്നെ. അല്ല, അന്ന് ലഭിച്ചൊരു തിരിച്ചടി ഉണ്ടല്ലോ. അങ്ങനെ ആ തിരിച്ചടി ഉണ്ടാക്കിയ ആളെ തന്നെ പാകിസ്ഥാൻ ആ രാജ്യത്ത് പാർപ്പിക്കുകയാണ്. ആ രാജ്യത്ത് പാർപ്പിക്കുമ്പോൾ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഫണ്ടും ആയുധങ്ങളും പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നെയാണ് കാര്യം മനസ്സിലായത്, ഈ ഭീകരവാദികളെ ഒരു ഭാഗത്ത് പിന്തുണയ്ക്കുകയും മറുഭാഗത്ത് ഇതിനെ എതിർക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ തന്ത്രമാണെന്നും അത് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം അവർ വലിയ രീതിയിൽ തന്നെ ഈ സാമ്പത്തികമെല്ലാം വച്ചു നിർത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും നൽകി വന്ന എല്ലാ ഫണ്ടുകളും നിർത്തലാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനെക്കുറിച്ച് സാറിന് തന്നെ കേട്ടിരിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെയും രീതി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ആ രാജ്യത്ത് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെയുള്ള വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പൊട്ടിത്തെറികളുടെ ബഹളമാണ്. നമുക്ക് 2 ദിവസം മുൻപ് മദ്രസയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 15-ലധികം പേർ മരണപ്പെടുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ്. അന്ന് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇതിൻ്റെ ഇൻഡെക്സിൽ സ്ഥാനമുണ്ടല്ലോ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തിൽ ഇപ്പോൾ 4-ാം സ്ഥാനത്ത് നിന്ന് അവർക്ക് 2-ാം സ്ഥാനത്തേക്ക് എത്തേണ്ട ഗതി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഭീകര സംഘടനയായി പാകിസ്ഥാൻ തെഹ്രീക്ക് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വളരുന്നതും നമുക്ക് കാണാൻ കഴിയും.